അഹമ്മദാബാദിൽ താമസിക്കുന്ന ദമ്പതികളാണ് 47 വയസ്സുള്ള സൈലേഷും 40 വയസ്സുള്ള ശാരദയും. സാമ്പത്തികമായിട്ട് വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു കുടുംബമാണ് ഇവരുടേത്. സൈലേഷ് ഒരു ബിൽഡിംഗ് കോൺട്രാക്ടറാണ്, ശാരദ ആയിക്കോട്ടെ ഹൗസ് വൈഫുമാണ്. അഹമ്മദാബാദിലെ ഒരുപാട് റിച്ച് ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയയിലാണ് ഇവരും താമസിക്കുന്നത്, ഇവരുടെ വീടുള്ളത്. അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് 2022 ജൂൺ 24 സൈലേഷ് പൊതുവെ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നടക്കാനായിട്ട് പോകുന്ന ഒരു ശീലമുണ്ട്. അതേപോലെ തന്നെ ആ ദിവസവും രാവിലെ 6 മണിക്ക് കൃത്യം 6 മണിക്ക് അയാൾ നടക്കാനായിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങി. സാധാരണയായിട്ട് സൈലേഷ് വീട്ടിൽ നിന്നും 6 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ 7:30-8 മണിയോട് കൂടിയിട്ട് സൈലേഷ് തിരികെ വീട്ടിലേക്ക് എത്തും. എന്നാൽ 7 മണിയോടുകൂടി ഈ വീട്ടിലേക്ക്, സൈലേഷിന്റെ വീട്ടിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. സൈലേഷിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ ഭാര്യയെ കൂടാതെ അദ്ദേഹത്തിന്റെ അച്ഛനും അദ്ദേഹത്തിന്റെ അമ്മയും ഉണ്ട്. ഈ ഫോൺ കോൾ അറ്റൻഡ് ചെയ്തത് സൈലേഷിന്റെ അച്ഛനാണ്. ഫോണിൽ വിളിച്ചയാൾ സൈലേഷിന്റെ അച്ഛനോട് പറഞ്ഞത് സൈലേഷിന് ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിനെ ഒരു വണ്ടി വന്നിട്ട് ഇടിച്ച് തെറിപ്പിച്ചിട്ടുണ്ട്, വലിയ കാര്യമായിട്ടുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് തോന്നുന്നു, എന്തായാലും അവിടെയുള്ള ഞങ്ങൾ എല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ ഹോസ്പിറ്റലാക്കിയിട്ടുണ്ട്, നിങ്ങൾ ആരെങ്കിലും വളരെ പെട്ടെന്ന് ഈ ഹോസ്പിറ്റലിലേക്ക് വരണമെന്നാണ് ആ ഫോൺ കോളിൽ പറഞ്ഞത്. രാവിലെ വീട്ടിൽ നിന്നും നടക്കാനായിട്ട് പോയ മകന് പെട്ടെന്ന് ഇതേപോലെ ഒരു ആക്സിഡന്റ് സംഭവിച്ചു എന്ന് കേൾക്കുമ്പോൾ ഏതൊരു വീട്ടുകാരും വല്ലാതെ പേടിച്ചു പോകും. എന്തായാലും ഈ കാര്യം അറിഞ്ഞപ്പോൾ സൈലേഷിന്റെ ഭാര്യയും അച്ഛനും അമ്മയും ചേർന്ന് ഈ പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ആ ഹോസ്പിറ്റലിൽ എത്തി അവർ കണ്ട കാഴ്ച സൈലേഷ് മരിച്ചു കിടക്കുന്നതാണ്. അതെ, ആ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് സൈലേഷ് മരണപ്പെട്ടു എന്നറിഞ്ഞ ആ കുടുംബം ആകെ മൊത്തം തകർന്നു പോയി. ഇങ്ങനെ തകർന്നിരിക്കുന്ന ആ കുടുംബത്തിലെ സൈലേഷിൻ്റെ അച്ഛനരികിലേക്ക് സൈലേഷിനെ ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന കുറച്ച് ആളുകളില്ലേ, അവർ വന്നിട്ട് ഒരു കാര്യം പറയുകയാണ്. സൈലേഷിൻ്റെ ഭാഗത്താണ് തെറ്റ്, സൈലേഷ് റോങ് സൈഡിൽ കൂടെ നടന്നിട്ടുണ്ടായിരുന്നു റോഡിൻ്റെ, അതായത് റോഡിൻ്റെ അരികു ചേർന്നിട്ടല്ല സൈലേഷ് നടന്നത്, ഏകദേശം മധ്യഭാഗത്ത് കൂടിയാണ്. അങ്ങനെയാണ് പെട്ടെന്ന് പുറകിൽ നിന്നും വന്ന ഒരു വണ്ടി സൈലേഷിനെ ഇടിച്ച് തെറിപ്പിക്കുന്നത്. സൈലേഷിൻ്റെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട് എന്നാണ് ഈ കൊണ്ടുവന്നവർ പറയുന്നത്. അവർ ഒരു കാര്യം കൂടെ ഈ പിതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഇടിച്ച വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല, സൈലേഷിനെ ഇടിച്ച് തെറിപ്പിച്ചു എന്ന് മനസ്സിലാക്കിയിട്ട് അവർ നിർത്താതെ വളരെ വേഗത്തിൽ പോവുകയാണ് ചെയ്തത്. എന്തായാലും സംഭവം അറിഞ്ഞ പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു. കാരണം ഇടിച്ച വണ്ടി നിർത്താതെ പോയല്ലോ, അതുകൊണ്ട് തന്നെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് IPC സെക്ഷൻ 304A എന്ന സെക്ഷൻ ചാർത്തിയിട്ട് അവർക്കെതിരെ കേസെടുക്കണം. വണ്ടി ഓടിച്ച ഡ്രൈവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുക്കാമെന്ന് പോലീസുകാർ തീരുമാനിക്കുന്നത് ഈ ദൃക്സാക്ഷിയുടെ അല്ലെങ്കിൽ അവിടെ കൂടിച്ചേർന്ന ദൃക്സാക്ഷികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ വളരെ കാര്യക്ഷമമായിട്ട് അന്വേഷണം പോകുന്നില്ല. വളരെ മന്ദഗതിയിലാണ് പോലീസുകാർ അന്വേഷിക്കുന്നത്. കാരണം ഇതൊരു കൊലപാതകമൊന്നും അല്ലല്ലോ. പോലീസുകാർ ഈ രീതിയിൽ കേസ് അന്വേഷിച്ച് മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ആ വണ്ടി ഓടിച്ച ഡ്രൈവറെ പോലീസുകാർക്ക് കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ അലസമായിട്ട് ഈ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ വൈറലാവുന്നത്. ആ വീഡിയോയിലെ കണ്ടന്റ് എന്ന് പറയുന്നത്, ഒരാൾ നടന്നു പോകുന്നു, അയാളെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ പുറകിൽ നിന്നും ഒരു വണ്ടി വന്നിട്ട് ഇടിച്ച് തെറിപ്പിക്കുന്നതാണ്. ഈ വ്യക്തി നടക്കുന്നത് റോഡിന് സൈഡിൽ കൂടെ തന്നെയാണ്. റോഡിന് സൈഡിലൂടെ പോകുന്ന ഒരാളെ വണ്ടി ഇടിച്ച് സ്പോട്ടിൽ കൊല്ലണം എന്നൊരു ഇൻറ്റൻഷനോട് കൂടി തന്നെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയാണ് കാണുന്ന എല്ലാവർക്കും തോന്നുക. അങ്ങനെ വണ്ടി ഇടിച്ച് തെറിപ്പിക്കുന്നതാണ്. ആ ഇടിച്ച് തെറിപ്പിക്കുന്നത് സൈലേഷിനെയാണ്. ആ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. സൈലേഷിനെ ഇടിച്ച് തെറിപ്പിക്കുന്ന ആ CCTV വിഷ്വൽസ് കാണുന്ന ഏതൊരാൾക്കും അതൊരു കൊലപാതകമാണ് എന്ന് തോന്നുമ്പോൾ ആ ഒരു വീഡിയോ പോലീസുകാരും കണ്ടിട്ടുണ്ടായിരുന്നു. അവർക്കും തീർച്ചയായിട്ടും തോന്നുകയാണ് ഇതിൽ 90% കൊലപാതകമാവാനാണ് സാധ്യത, അവർക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണ് എന്ന് പോലീസുകാർ തിരിച്ചറിയുകയാണ്. അതുമാത്രമല്ലാതെ ആ ഒരു CCTV വിഷ്വൽ കണ്ടിട്ട് സൈലേഷിനെ പരിചയമുള്ള ചില ആളുകൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് പറയുകയും ചെയ്തു, ആ ഒരു വീഡിയോയിൽ എന്തെല്ലാമോ കൊലപാതകത്തിൻ്റെ ഒരു ലക്ഷണമൊക്കെ തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഈ കേസ് വീണ്ടും അന്വേഷിക്കണമെന്ന്. ഇങ്ങനെ കുറച്ച് ആളുകൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞത് കൊണ്ടും പോലീസുകാർക്ക് തന്നെ ഒരു സംശയം തോന്നിയത് കൊണ്ടും ഈ കേസ് വീണ്ടും നല്ല രീതിയിൽ അന്വേഷിക്കണമെന്ന് പോലീസുകാർക്ക് തോന്നുകയാണ്. ആ ഒരു അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർ ആദ്യം തന്നെ ഈ വീഡിയോ ക്ലിപ്പുമായിട്ട് നേരെ പോയത് സൈലേഷിൻ്റെ വീട്ടിലേക്കാണ്. ആ സമയത്ത് സൈലേഷിൻ്റെ ഭാര്യ ശാരദ വീട്ടിലുണ്ടായിരുന്നു. അവർക്ക് ഈ പറയുന്ന വീഡിയോ ക്ലിപ്പ് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതിൽ ഞങ്ങൾക്കൊരു സംശയം തോന്നുന്നുണ്ട്, ഞങ്ങൾക്ക് മാത്രമല്ല ഈ വീഡിയോ കണ്ട പലർക്കും സംശയമുണ്ട്, എന്തോ ഒരു മനഃപൂർവ്വമായിട്ടുള്ള ഒരു കൊലപാതകത്തിൻ്റെ ലക്ഷണം കാണുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് പോലീസുകാർ സൈലേഷിൻ്റെ ഭാര്യയായിട്ടുള്ള ശാരദയോട് ചോദിക്കുകയാണ്. പോലീസുകാരുടെ ഈ ചോദ്യത്തിന് ശാരദയിൽ നിന്നും ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഉത്തരമാണ് പോലീസുകാർക്ക് ലഭിച്ചത്. ശാരദ പറഞ്ഞ കാര്യം, ഈ വിഷ്വലിൽ
അങ്ങനെ കണ്ടിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ തോന്നുന്നില്ല. ഇത് ഒരു സാധാരണ മരണം മാത്രമാണ്. ഞങ്ങൾക്ക് കേസും കോടതിയുമായിട്ടൊന്നും മുന്നോട്ട് പോകാൻ യാതൊരു താല്പര്യമില്ല. എത്രയും പെട്ടെന്ന് ഈ കേസെല്ലാം തന്നെ ക്ലോസ് ചെയ്യണം. അതാണ് ഞങ്ങൾ കുടുംബക്കാരുടെ ആവശ്യമെന്നാണ് ശാരദ പോലീസുകാരോട് പറഞ്ഞത്. ശൈലേഷിൻ്റെ ഭാര്യയുടെ ഈ ഒരു മറുപടി കേട്ടിട്ട് പോലീസുകാർ സത്യത്തിൽ ഞെട്ടിപ്പോവുകയാണ്. കാരണം ഈ ഒരു സാഹചര്യത്തിൽ ഒരു ഭാര്യയും ഇങ്ങനെ പറയില്ല, ഇങ്ങനെ പറയാനായിട്ട് അവർക്ക് കഴിയില്ല. എന്തായാലും പോലീസുകാർ ഈ ഒരു കേസ് വളരെ സീരിയസ് ആക്കി എടുക്കുകയും ഈ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ചെയ്തു. ഇങ്ങനെ കൈമാറുന്ന സമയത്ത് ശാരദയെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിക്കൊണ്ടാണ് അവർ ഈ കേസ് പിന്നീട് മുന്നോട്ട് അന്വേഷിച്ചത്. കേസ് ഫയൽ ലഭിച്ച ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടമായിട്ട് ചെയ്ത കാര്യം, ഈ പറയുന്ന ശൈലേഷിൻ്റെ വീടിൻ്റെ അവിടെ നിന്നും ശൈലേഷ് ജോഗിങ്ങിനായിട്ട് ഇറങ്ങുന്ന ആ ഒരു വഴിയില്ലേ, ആ വഴിയിലുള്ള CCTV വിഷ്വൽസ് എല്ലാം തന്നെ പരിശോധിക്കുകയാണ്. അതായത് ശൈലേഷ് 6 മണിക്കാണ് വീട്ടിൽ നിന്നും ജോഗിങ്ങിനായിട്ട് ഇറങ്ങുക. അങ്ങനെ ഇറങ്ങുന്ന സമയത്തുള്ള ആ ഒരു ടൈമിലുള്ള എല്ലാ CCTV വിഷ്വൽസും പരിശോധിക്കുന്ന സമയത്ത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം കണ്ടെത്താനായിട്ട് കഴിയാണ്. അതായത് ശൈലേഷ് നടന്നു പോകുന്നതിന് പുറകിലായിട്ട് ഒരാൾ ശൈലേഷിനെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. ഈ ഫോളോ ചെയ്യുന്ന വ്യക്തി പെട്ടെന്നൊരു പെർട്ടിക്കുലർ സ്ഥലം എത്തിയപ്പോൾ ഒരു വണ്ടിയിലേക്ക് കയറുകയും ആ വണ്ടിയാണ് പിന്നീട് ശൈലേഷിനെ ഇടിച്ചു തെറിപ്പിക്കുന്നത്. ഇതെല്ലാം കൊണ്ട് തന്നെ പോലീസുകാർക്ക് വളരെ വ്യക്തമായി ഇതൊരു കൊലപാതകമാണ്, വളരെ പ്ലാൻ ചെയ്തിട്ടുള്ളൊരു കൊലപാതകം. ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസുകാർ സംശയിക്കുന്ന ഏക വ്യക്തി എന്ന് പറയുന്നത് ശൈലേഷിൻ്റെ ഭാര്യയായിട്ടുള്ള ശാരദയാണ്. അതുകൊണ്ട് തന്നെ ശാരദയെ വീണ്ടും ചോദ്യം ചെയ്യാനായിട്ട് പോലീസുകാർ തീരുമാനിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശാരദയോട് സ്റ്റേഷനിലേക്ക് വരാനായിട്ട് പറഞ്ഞു. അവരെ ചോദ്യം ചെയ്യുകയും ചെയ്തു. അവരോട് ആദ്യം വളരെ നോർമലായിട്ടൊരു ചോദ്യം ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവ് എങ്ങനെയാണ് മരണപ്പെട്ടത് എന്ന് അറിയാമോ എന്ന്. ഇതിന് മറുപടിയായിട്ട് ശാരദ പറഞ്ഞത് എല്ലാവർക്കും അറിയുന്നത് പോലെ അതൊരു ആക്സിഡൻ്റൽ ഡെത്താണ് എന്ന് മാത്രമേ എനിക്കറിയുള്ളൂ, അതല്ലാതെ വേറൊന്നും എനിക്കറിയില്ല എന്നാണ്. പോലീസുകാർക്ക് ശാരദ പറയുന്ന ആ മറുപടി ഒന്നും തന്നെ അത്രയ്ക്ക് അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. കാരണം ഒരു വല്ലാത്തൊരു മനോഭാവത്തോടു കൂടിയാണ് ശാരദ സംസാരിക്കുന്നത്. എന്തായാലും പോലീസുകാർ ശാരദയുടെ ആ ഒരു മൊബൈൽ നമ്പർ ട്രാക്ക് ചെയ്യുകയാണ്. ഇങ്ങനെ ട്രാക്ക് ചെയ്യുന്നതിൽ നിന്നും 6 മാസങ്ങൾക്ക് മുമ്പ് ശാരദ ഒരു പെർട്ടിക്കുലർ നമ്പറിലേക്ക് ഒരുപാട് വിളിച്ചിട്ടുണ്ട്, ഒരുപാട് നേരം സംസാരിച്ചിട്ടുണ്ട് ആ നമ്പറിൽ. അതായത് രാത്രിയിലും പുലർച്ചെയും ഒക്കെ തന്നെ. അതുകൂടാതെ ആ നമ്പറിൽ നിന്ന് ഇങ്ങോട്ടും എപ്പോഴും കോൾ വരാറുണ്ട്. ശാരദ ആ ഒരു നമ്പറിലേക്കും എപ്പോഴും വിളിക്കാറുണ്ട്, ചാറ്റ് ചെയ്യാറുണ്ട്. വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീ ഒരു നമ്പറിലേക്ക് വിളിച്ചിട്ട് ഒരുപാട് സമയം സംസാരിക്കുന്നത് വലിയൊരു തെറ്റൊന്നുമല്ല. പക്ഷേ ആ നമ്പറിലേക്ക് വിളിക്കുന്ന സമയം, അതിൻ്റെ ഡ്യൂറേഷൻ എല്ലാം തന്നെ വളരെയധികം പ്രശ്നമാണ്. മണിക്കൂറുകളോളം സംസാരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പോലീസുകാർ ആരുടെയാണ് ആ നമ്പർ എന്ന് പരിശോധിക്കുമ്പോൾ നിതിൻ എന്ന പേരിൽ ഒരാളുടെ നമ്പറാണെന്ന് പോലീസുകാർക്ക് മനസ്സിലായി. യഥാർത്ഥത്തിൽ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ ആദ്യം ചിന്തിച്ചത് ഈ നിതിനെ സംശയിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ്. കാരണം 6 മാസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ ഫോൺ കോളുകളെല്ലാം തന്നെയുള്ളത്. അതിനുശേഷം അങ്ങനെ കാര്യമായിട്ടുള്ള ഫോൺ വിളികളൊന്നും തന്നെ ഇല്ല. സപ്പോസ് 1-2 ഫോൺ കോൾ ഉണ്ടെങ്കിലും അത് ഡ്യൂറേഷൻ വളരെ കുറവ് മാത്രമാണ്. എന്തായാലും ഈ ഒരാളെ മാത്രമല്ലേ കിട്ടിയിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നിതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുകയാണ് പോലീസുകാർ. നിതിനെക്കുറിച്ച് പോലീസുകാർ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇതാണ്. നിതിനും ഒരു ബിൽഡിംഗ് കോൺട്രാക്ടറാണ്. അത് മാത്രമല്ലാതെ മരിച്ചു പോയ ശൈലേഷിൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ്. ശൈലേഷിൻ്റെ വീട്ടിലേക്ക് എപ്പോഴും വന്നു പോകാൻ സ്വാതന്ത്ര്യമുള്ള ഒരു സുഹൃത്ത്. അത് മാത്രമല്ലാതെ നിതിനും ഭാര്യയും മക്കളൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ ശൈലേഷിൻ്റെ കുടുംബവും നിതിൻ്റെ കുടുംബവും എപ്പോഴും ഔട്ടിങ്ങിന് പോകുന്നതും അതുകൂടാതെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ കൂടുന്ന ആ ഒരു ശീലമൊക്കെ ഉള്ള അത്രയും തിക്ക് ഫ്രണ്ട്സാണ് ഇവർ. ഭർത്താവിൻ്റെ നല്ല സുഹൃത്താവുമ്പോൾ ഫോണിലൂടെ 1-2 തവണയൊക്കെ സംസാരിച്ചു എന്ന് വരാം. പക്ഷേ രാത്രിയിൽ മണിക്കൂറുകളോളം ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് പോലീസുകാർ ചിന്തിച്ചിട്ട് ഈ നിതിൻ എവിടെയാണെന്ന് പോലീസുകാർ അന്വേഷിക്കുകയാണ്. അങ്ങനെ അന്വേഷിച്ചപ്പോൾ മറ്റൊരു കാര്യം കൂടെ പോലീസുകാർക്ക് മനസ്സിലായി. അതായത് നിതിൻ്റെ ഫാമിലി പറയുന്നത് കുറച്ച് ദിവസമായിട്ട് നിതിൻ നാട്ടിലില്ല, ജോലിയുടെ ആവശ്യത്തിനായിട്ട് വെളിയിലേക്ക് പോയിരിക്കുകയാണെന്നാണ്. അതായത് ഫോണിൽ വിളിക്കുമ്പോൾ കിട്ടുന്നില്ല, ഔട്ട് ഓഫ് സ്റ്റേഷനാണ് നിതിൻ. നിതിനെക്കുറിച്ച് പോലീസുകാർ മനസ്സിലാക്കി എന്ന് പറയുമ്പോൾ നിതിൻ്റെ ആ ഒരു രൂപവും മുഖവും എല്ലാം തന്നെ പോലീസുകാർ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് ഒരു സംശയം തോന്നുകയാണ്. പോലീസുകാർ CCTV വിഷ്വൽസിൽ കണ്ട, അതായത് ശൈലേഷിനെ ഫോളോ ചെയ്ത ആ വ്യക്തി നിതിനല്ലേ എന്ന് ഒരു സംശയം തോന്നുകയാണ്. അങ്ങനെ ഒരിക്കൽ കൂടെ വീണ്ടും ഈ CCTV വിഷ്വൽസ് എല്ലാം തന്നെ പരിശോധിച്ചപ്പോൾ പോലീസുകാർക്ക് ആ കാര്യം വളരെ വ്യക്തമായി. നിതിനാണ് ശൈലേഷിൻ്റെ പുറകെ ഫോളോ ചെയ്ത് പോയതും ഈ പറഞ്ഞ വണ്ടിയിലേക്ക് കയറിയിട്ട് ആ വണ്ടി ഓടിച്ച് ശൈലേഷിനെ ഇടിച്ച് തെറിപ്പിച്ചതും. അങ്ങനെ ഇനിയും ഒട്ടും താമസിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് പോലീസുകാർ നിതിൻ്റെ ടവർ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തിട്ട് നിതിൻ നിൽക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് നിതിനെ അറസ്റ്റ് ചെയ്യുകയാണ്. അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ശേഷം പോലീസുകാർ പോലീസിൻ്റെ രീതിയിൽ ചോദ്യം ചെയ്യാനായി തുടങ്ങി. അങ്ങനെ അവസാനം നിതിൻ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം പോലീസുകാരോട് പറഞ്ഞു കൊടുത്തു. നിതിൻ പറഞ്ഞത്, ഞാനും ശൈലേഷിൻ്റെ ഭാര്യയായിട്ടുള്ള ശാരദയും ചേർന്നാണ്
ഈ ഒരു കൊലപാതകം പ്ലാൻ ചെയ്തത്, നടത്തിയത് എന്നാണ്. നിതിൻ്റെയും ശാരദയുടെയും 6 മാസത്തെ പ്ലാനിംഗ് ആണ് ഈ ഒരു കൊലപാതകം എന്നാണ് നിതിൻ പറയുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് നിതിൻ ഏറ്റുപറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. ഞാൻ ഈ വീഡിയോയിൽ മുമ്പ് പറഞ്ഞ പോലെ നിതിനും ശൈലേഷും ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. നിതിനും ശൈലേഷും ആത്മാർത്ഥ സുഹൃത്തുക്കളാവുന്ന അതേ സമയത്ത് തന്നെ നിതിന് ശാരദയെയും വളരെ നല്ല രീതിയിൽ അറിയാം. നിതിൻ്റെ നല്ലൊരു സുഹൃത്താണ് ശാരദയും. സുഹൃത്തിൻ്റെ ഭാര്യ തൻ്റെയും സുഹൃത്ത് എന്ന രീതിയിൽ തന്നെയാണ് നിതിൻ ആദ്യം ശാരദയെ നോക്കിക്കണ്ടത്. ശാരദയും തിരികെ അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ പോകെ പോകെ ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു തെറ്റായ ബന്ധം ഉടലെടുക്കുകയാണ്. ശൈലേഷിന് യാതൊരു സംശയവും തോന്നാതെ ഇവരുടെ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷേ ഒരു സമയം എത്തിയപ്പോൾ എത്രയൊക്കെ ഒളിച്ചു വെച്ചാലും ഒരിക്കലും അത് പൊളിയും. അങ്ങനെ ശൈലേഷിന് തൻ്റെ സുഹൃത്തിൻ്റെ മേലും ഭാര്യയുടെ മേലും ഒരു സംശയം തോന്നുകയാണ്. ഇവർ തമ്മിൽ അങ്ങനെ എന്തെങ്കിലും തെറ്റായ ബന്ധമുണ്ടോ എന്ന് ഉള്ളിലൊരു സംശയം തോന്നുകയാണ്. ഇവരുടെ ചില ഫോൺ വിളികളും ചില സംസാരമൊക്കെ ഇടയ്ക്ക് കണ്ടതുകൊണ്ടാവാം. പക്ഷേ അത് ഉറപ്പിക്കാനായിട്ട് വയ്യ. ഇവർ രണ്ടുപേരോടും അത് നേരിട്ട് ചോദിക്കാനും വയ്യ. അങ്ങനെ ശൈലേഷ് തൻ്റെ വീട്ടിലെ ബെഡ്റൂമിൽ ഒരു ഒളി ക്യാമറ വെക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും ഇവർ തമ്മിൽ തെറ്റായ ബന്ധമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. കാരണം ശൈലേഷ് വീട്ടിലുള്ളപ്പോഴും ഇല്ലാത്ത സമയത്തും എല്ലാം തന്നെ നിതിൻ വീട്ടിലേക്ക് വരാറുണ്ട്. ഇവർ തമ്മിൽ എന്തെങ്കിലും തെറ്റായ ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഒളി ക്യാമറയിൽ ഇവരുടെ ആ ഒരു വിഷ്വൽസ് ഉണ്ടാവുമെന്ന് ശൈലേഷിന് ഉറപ്പായിരുന്നു. അങ്ങനെ ഒരു ദിവസം ശൈലേഷ് ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വീട്ടിൽ നിന്നും വെളിയിലേക്ക് പോവുകയാണ്. 1-2 ദിവസങ്ങൾ കഴിഞ്ഞിട്ടേ ശൈലേഷ് തിരികെ വീട്ടിലേക്ക് വരുള്ളൂ. ബിസിനസ്സിൻ്റെ ആവശ്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് ശൈലേഷ് എത്തി. വീട്ടിലേക്ക് എത്തിയ ശൈലേഷ് ഈ പറഞ്ഞ വെച്ച ആ ഒരു ഒളി ക്യാമറ എടുത്ത് അതിലെ വിഷ്വൽസ് എല്ലാം തന്നെ നോക്കുന്ന സമയത്ത് ശൈലേഷിൻ്റെ ആ സംശയം വളരെ കറക്റ്റായിരുന്നു. തൻ്റെ ഭാര്യയെയും തൻ്റെ ആത്മാർത്ഥ സുഹൃത്തിനെയും കാണാൻ പാടില്ലാത്ത രീതിയിൽ ശൈലേഷ് ആ വീഡിയോ വിഷ്വൽസിൽ കണ്ടു. തീർച്ചയായിട്ടും ഒരു ഭർത്താവിനും സഹിക്കാൻ കഴിയാത്ത കാര്യമാണ് ആ വീഡിയോയിൽ അയാൾ കണ്ടത്. എന്തായാലും ആ ഒരു വീഡിയോ ക്ലിപ്പ് എടുത്തിട്ട് തൻ്റെ ഭാര്യയായിട്ടുള്ള ശാരദയെ അത് കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഈ കാര്യത്തെ ചൊല്ലിയിട്ട് രണ്ടുപേരും തമ്മിൽ വലിയ രീതിയിലുള്ള വഴക്കുകൾ ഉണ്ടായി. ഈ വഴക്കിൻ്റെ അവസാനം ശൈലേഷ് ശാരദയോട് പറഞ്ഞു, ഇത്തവണ ഞാൻ ക്ഷമിക്കാം, പക്ഷേ ഇനി മുതൽ നീ അവനുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും പാടില്ല, ഇനി നീ അവനെ വിളിക്കാൻ പാടില്ല എന്നൊരു താക്കീത് ശാരദയ്ക്ക് കൊടുക്കുകയാണ്. ശാരദ അത് അനുസരിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ നിതിനെയും ശൈലേഷ് നേരിട്ട് കണ്ടിട്ട് ഞാൻ നിങ്ങളുടെ ഈ ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കി എന്നുള്ള കാര്യം അറിയിച്ചു. എന്നിട്ട് നിതിനോട് പറഞ്ഞു, ഇനി ഒരിക്കലും നീ എൻ്റെ സുഹൃത്തല്ല, നീ എൻ്റെ വീട്ടിലേക്ക് വരരുത്, എൻ്റെ ഭാര്യയുമായിട്ട് കോണ്ടാക്ട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബന്ധം അവിടെ വെച്ച് അവസാനിപ്പിച്ചു. ഇങ്ങനെ ഏകദേശം 1 മാസത്തോളം മുന്നോട്ട് പോയി. 1 മാസത്തിന് ശേഷം ഒരു ദിവസം നിതിനും ശാരദയും നേരിട്ട് കാണുകയാണ്. ശൈലേഷ് അറിയാതെ നേരിട്ട് കണ്ടിട്ട് ഇവർ രണ്ടുപേരും പരസ്പരം ഒരുപാട് സംസാരിച്ചു. ആ സംസാരത്തിൽ ഇവരെടുത്ത തീരുമാനം ഇവർക്ക് ഒരിക്കലും പിരിയാനായിട്ട് കഴിയില്ല. ഇവർക്ക് ഇവരുടെ ഈ ഒരു ബന്ധം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ. അതിന് തടസ്സം എന്ന് പറയുന്നത് ശൈലേഷ് മാത്രമാണ്. അതുകൂടാതെ ശൈലേഷിൻ്റെ കയ്യിൽ ഇവരുടെ ഈ മോശമായിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ശൈലേഷിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെന്ന് അവർ രണ്ടുപേരും ചേർന്ന് തീരുമാനിക്കുകയാണ്. ഇവർ രണ്ടുപേരും ശൈലേഷിനെ ഇല്ലാതാക്കാനുള്ള ആ ഒരു തീരുമാനം എടുത്തുവെങ്കിലും രണ്ടുപേർക്കും ശൈലേഷിനെ നേരിട്ട് ചെന്ന് ഇല്ലാതാക്കാനുള്ള ആ ഒരു മനോബലമില്ല. അതുകൊണ്ട് തന്നെ ഒരു വാടക കൊലയാളിയെ ഈ ദൗത്യം ഏൽപ്പിക്കുകയാണ്. യാസിൻ എന്ന പേരുള്ള ഒരു വാടക കൊലയാളിയെയാണ് അവർ ഈ ദൗത്യം ഏൽപ്പിച്ചത്. ഇങ്ങനെ കൊലപ്പെടുത്താനായിട്ട് ഏകദേശം 10 ലക്ഷം രൂപയാണ് അവർ ഓഫർ ചെയ്തത്. ഈ പറഞ്ഞ ശാരദയും നിതിനും 5 ലക്ഷം രണ്ടുപേരും ഒരേപോലെ ഇട്ടിട്ട് 10 ലക്ഷം രൂപ യാസിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. പണം കയ്യിൽ ലഭിച്ച യാസിൻ എങ്ങനെ ശൈലേഷിനെ ഇല്ലാതാക്കാമെന്ന് ചിന്തിച്ചു തുടങ്ങി. ശൈലേഷിൻ്റെ ഓരോരോ കാര്യങ്ങളും ഓരോരോ മൊമെൻറ്റും ശാരദ കൃത്യമായിട്ട് യാസിനെ വിളിച്ച് അറിയിക്കുന്നുമുണ്ടായിരുന്നു. അങ്ങനെ അവസാനം യാസിൻ തീരുമാനിക്കുകയാണ്, രാവിലെ ശൈലേഷ് ജോഗിങ്ങിന് പോകുന്ന ആ ഒരു സമയത്ത് ഒരു വണ്ടിയുമായി വന്ന് ശൈലേഷിനെ ഇടിച്ചു തെറിപ്പിച്ച് കൊലപ്പെടുത്താമെന്ന്. ഈ ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ യാസിൻ്റെ മനസ്സിൽ ഒരു ചിന്തയുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിൽ വണ്ടി ഇടിച്ച് കൊലപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അതൊരു സാധാരണ രീതിയിൽ മനഃപൂർവ്വമല്ലാത്ത കൊലപാതകം എന്ന രീതിയിലാവണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കേസ് വരുമ്പോൾ 2 വർഷം മാത്രമേ ജയിലിൽ കിടക്കേണ്ടി വരുള്ളൂ. എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു പിഴയും ഉണ്ടാവും. 10 ലക്ഷം രൂപയിലെ കുറച്ച് തുക ഇതിനു വേണ്ടിയിട്ടെല്ലാം തന്നെ ചിലവായാലും ബാക്കി തൻ്റെ കയ്യിൽ ഉണ്ടാവുമെന്നാണ് യാസിൻ വിചാരിക്കുന്നത്. അങ്ങനെ ഇവരുടെ പ്ലാൻ പ്രകാരം ജൂൺ 24-ാം തീയതി രാവിലെ തന്നെ ജോഗിങ്ങിനായിട്ട് ഇറങ്ങിയ ശൈലേഷിൻ്റെ പുറകെ നിതിൻ ഫോളോ ചെയ്ത്, ശൈലേഷ് അറിയാത്ത പോലെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ശൈലേഷ് ഏതെല്ലാം ഭാഗത്ത് കൂടിയാണ് ഓടുന്നത് എന്ന് അല്ലെങ്കിൽ നടക്കുന്നത് എന്ന് കൃത്യമായിട്ട് നിതിൻ
യാസിനെ വിളിച്ച് അറിയിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്ഥലം എത്തിയപ്പോൾ നിതിനും യാസിൻ കൊണ്ടുവന്ന ആ വണ്ടിയിൽ കയറുകയും ഒരു പെർട്ടിക്കുലർ സ്ഥലം എത്തിയപ്പോൾ സൈലേഷിനെ അവർ രണ്ടുപേരും ചേർന്ന് വണ്ടി കൊണ്ട് ഇടിച്ച് തെറിപ്പിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. ജസ്റ്റ് ഇടിച്ച് തെറിപ്പിച്ച് കൊലപ്പെടുത്തുക മാത്രമല്ല യാസിനും നിതിനും ചേർന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്, യാസിൻ്റെ ചില കൂട്ടാളികളുണ്ട്, അവരെയും ആ ഒരു ഭാഗത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു യാസിൻ. അവരെ കൊണ്ട് തന്നെയാണ് യാസിൻ ഹോസ്പിറ്റലിലേക്ക് ഈ പറഞ്ഞ സൈലേഷിൻ്റെ ആ ഒരു ശരീരത്തെ കൊണ്ടുപോയി പിച്ചത്. എന്നിട്ട് അവിടെയുള്ള ആളുകളോടെല്ലാം തന്നെ സൈലേഷ് റോങ് ആയിട്ടുള്ള സൈഡിൽ കൂടെയാണ് നടന്നത് എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് പരത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വളരെ വൃത്തിക്ക് യാസിൻ്റെ കൂട്ടാളികൾ ചെയ്തിട്ടുമുണ്ട്. സത്യത്തിൽ ഈ കേസിനെ കുറിച്ച് നോക്കുമ്പോൾ സൈലേഷിനെ ഇല്ലാതാക്കാനായിട്ട് വലിയൊരു മാസ്റ്റർ പ്ലാൻ തന്നെയാണ് ഇവരെല്ലാവരും ചേർന്ന് തയ്യാറാക്കിയത്, നല്ല രീതിയിൽ പെർഫോം ചെയ്തത്. ഈ പറഞ്ഞ സൈലേഷിൻ്റെ ഭാര്യയായിട്ടുള്ള ശാരദ വലിയ രീതിയിൽ പെർഫോം ചെയ്തു. പക്ഷേ അവരുടെ സ്വഭാവത്തിൻ്റെ ഗുണം എന്താണെന്ന് അറിയില്ല, എല്ലാവർക്കും സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ യാസിൻ, നിതിൻ എല്ലാവരും വലിയ രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. സോ ഈ കേസുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ശാരദയെ പോലുള്ള ഭാര്യമാരെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അതല്ലെങ്കിൽ നിതിനെ പോലുള്ള സുഹൃത്തുക്കൾ, അത് വല്ലാത്തൊരു സുഹൃത്ത് തന്നെയാണ്, ഭാര്യയും കണക്ക് സുഹൃത്തും കണക്ക്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.